ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ നിറവാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരത് കണ്ടിട്ട് ഇത് കാണുക, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നിറവെടുക്കുകയാണ്, പിന്നാപ്പൂറിൻ്റെ നിറവെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 2.5 2.25 2.5 2.25 ആ ഒരു രീതിക്ക് അടയാളപ്പെടുത്തുക കേട്ടോ. 2.5 2.25. ഇനി ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെ നമ്മൾ 2.5 മാർക്ക് ചെയ്ത് അവിടുന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടില്ലേ, ആ ഭാഗത്ത് ഒരു അടയാളപ്പെടുത്തിയല്ലോ, ഫസ്റ്റിൽ അടയാളപ്പെടുത്തിയ അവിടേക്ക് നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അടയാളപ്പെടുത്തിയതെന്ന് മറ്റേ അടയാളപ്പെടുത്തിയെടുത്തോട്ട് നമ്മൾ വീണ്ടും ഇപ്പുറത്തേക്ക് വെച്ചിട്ട് നിറവിടുക. അത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇനി വീണ്ടും എഗെയിൻ ആ പ്രോസസ്സ് അങ്ങനെ തുടർന്നു കൊണ്ട് പോവുക. എന്നിട്ട് നമുക്ക് എത്രയാണോ വീതി വേണ്ടത്, ആ ഒരു താഴോട്ട് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിൽ എത്തുന്നത് വരെ നമ്മൾ അടയാളപ്പെടുത്തുക. ഒന്ന് സൂം ചെയ്ത് നോക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നിറവിടുന്നത്. ഇനി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കണ്ടോ, ഇതൊരു ലെവലിൽ കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ദെൻ വീണ്ടും അങ്ങോട്ട്. ഇപ്പോൾ 2.5 ഇഞ്ചിൽ നിന്ന് അങ്ങനെ കേട്ടോ, 2.5 ഇഞ്ച് 2.25 അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ അളവിൽ നിറവും കിട്ടും. ദെൻ നമുക്ക് തുണി കറക്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ നോക്കുക എത്രയാണ് വീതി വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ 16.5 ഇഞ്ചാണ് വേണ്ടത്. അത്രയും വീതി നമുക്ക് അയക്കണോ എന്നുള്ളത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വേറിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്, വീതി നോക്കേണ്ടത്. അതല്ലെങ്കിൽ അതിന്മേൽ വെച്ചങ്ങ് അടിച്ചാലും മതി കേട്ടോ. ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ഇങ്ങനെയാണല്ലോ നോക്കുക. ഫസ്റ്റിൽ തന്നെ നമ്മളതിൽ വെച്ചിട്ട് ചെയ്യില്ലല്ലോ, കുറച്ച് പേടിയായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2 യൂണിഫോം തയ്ക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് ആളുകൾക്ക് അങ്ങനെയും കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇതിൽ വെച്ച് അടിക്കുന്നതും അപ്പോൾ നമുക്ക് എത്രയാണോ കറക്റ്റ് കിട്ടുന്നത് ആ ഒരു അളവിൽ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി മറ്റേതിൽ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ പിന്നാപ്പൂറിൻ്റെ ആ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ അതിന്മേൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പം അങ്ങനെ ജസ്റ്റ് അങ്ങനെ കൊടുത്ത് ജോയിൻ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിലൂടെ ഒരു പ്രസ് അടി കൊടുക്കുന്നുണ്ട്. സാധാരണ അങ്ങനെയല്ല, അതിനുള്ളിലാണ് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതിന് ഞാൻ പ്രസ് അടി കൊടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ബെൽറ്റ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണത്. ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അതിന്മേൽ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അടുത്ത യൂണിഫോമിൽ നമുക്കങ്ങനെ
വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സാധാ പോലെ തന്നെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ 2.5 ഇഞ്ച് 2.25 ഇഞ്ച് അങ്ങനെ അളവിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ള നെറിവ് ഇങ്ങനെ കൊടുത്ത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിപ്പോൾ പ്രസ് ചെയ്തിട്ട് അടിക്കുകയാണ്, മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യണത്. ഒരു ബെൽറ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കോളറ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ചാണ് കോളറിൻ്റെ വിടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിന് ക്യാൻവാസ് വെട്ടിയിട്ട് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് എടുക്കുക. അതായത് ഞാൻ മുന്നേ കോട്ടിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് കോളറിന് റൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. കോട്ടിൻ്റെ വീഡിയോ കണ്ടാലും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 5. ഓക്കെ, അപ്പോൾ ഈ 5 ഇഞ്ച് നമുക്ക് കിട്ടണം. അപ്പോൾ ഈ 5 ഇഞ്ചിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ 2 കോളറിനും വേണ്ടിയിട്ട് ഒപ്പം വെച്ച് കട്ട് ചെയ്യാണ്. ഇനി 1 ഇഞ്ച് മുകളിലോട്ട് കൊടുക്കുക. 1 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഒരു ഇഞ്ചിൽ വിടുത്തിലാണ് കേട്ടോ. ഇതൊന്ന് ജോയിൻ ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ടൊരു കേവ് ഷേപ്പിൽ ഒന്ന് അങ്ങനെ കൊടുത്താൽ മതി. ഒരു ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു കോളറിൻ്റെ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒരു ചരിച്ച് കൊടുത്താൽ മതി. ഇനി പിന്നിട്ടിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് തുണിയിൽ ജോയിൻ ചെയ്യണം. 2 കോളറും നമുക്ക് തുണിയിൽ ജോയിൻ ചെയ്യണം. 2 കോളറും 2 യൂണിഫോമിൻ്റെതാണ് കേട്ടോ. ഒന്നിൻ്റെ അല്ല, 2 കോളറ് 2 യൂണിഫോമിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഇട്ടിട്ട് വേണം അത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി. അതവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതെടുത്ത് കളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് അവിടെ കൊടുത്താൽ മതി. അത് പിന്നീട് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് മടക്കിയിട്ട് നമ്മുടെ കോളറ് ഇതിനുള്ളിലോട്ടാക്കിയിട്ട് ചെയ്യാൻ കേട്ടോ. 2 ഭാഗമായിട്ട്, അതായത് 1 ഇഞ്ചിൻ്റെ ഇതിനാണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ള വിടുത്തിലുള്ള ശീലയാണ് എടുക്കേണ്ടത്. എങ്കിൽ നമുക്കത് മടക്കി വെക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ വേറെ ശീല വെച്ചെടുത്താലും മതി കേട്ടോ. അപ്പം എന്നിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കോളറിനെ അത് മറിച്ച് കൊടുക്കുക. അപ്പോൾ അതിനുള്ളിലായി. ഇനി നമുക്ക് അത് അറ്റാച്ച് ചെയ്യണം നമ്മുടെ ഇതിലിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നിൽക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ പിന്നി ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആയാലും മതി കേട്ടോ. എന്നിട്ടൊരു 1/4 ഇഞ്ച് വേണം നമ്മുടെ തയ്യൽ തുമ്പ് അവിടെ താഴെ. അതല്ലാത്തത് കട്ട് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഇത്രയും മതി. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി അത് നമുക്ക് യൂണിഫോമിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മളൊരു 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ മടക്കി തയ്ച്ച ആ ഭാഗം. ആ 1 ഇഞ്ച് നമ്മൾ അവിടെ വിട്ടിട്ട് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് കോട്ട് പോലെ ഈ ഒരു ഇത് കിട്ടുള്ളൂ. കണ്ടോ, അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ഒഴിവാക്കി വിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യാം. കണ്ടോ, ആ ഒരു ഇഞ്ച് വിട്ടിട്ടുള്ളത് അത് അവിടെ അതുപോലെ തന്നെ വേണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തെ നമ്മൾ കോളർ തയ്ക്കാൻ പാടുള്ളൂ. അടുത്ത യൂണിഫോമിൽ ഒന്നും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് കാണാം. നെക്സ്റ്റ് കോളർ നമ്മളെടുത്തു, ഇതുപോലെ തന്നെ മറിച്ച് കൊടുക്കുക. ഇനി ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 യൂണിഫോമിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നമുക്ക് പതിച്ചടിക്കുകയാണ് വേണ്ടത്. മറ്റേ നമ്മൾ അടിക്കാത്ത ഭാഗം, നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് കൊണ്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 1/4 ഇഞ്ചിൽ ആണ് അടിക്കുന്നത് കേട്ടോ. 1/4 ഇഞ്ചിൽ അടിക്കുമ്പോഴാണ് ഒരു വൃത്തിയിൽ കിട്ടുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു 1/4 ഇഞ്ചിൽ അടിക്കുമ്പോഴാണ് ആ ഒരു വൃത്തിയിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിൻ ചെയ്താൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്ന ഒരു പേടിക്കാനില്ല. ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങ് നല്ല സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അത് കൊടുക്കുക. പിന്നെ ആ 1 ഇഞ്ച് വിടാൻ മറക്കരുത്. ആ അറ്റത്തത്തെ 1 ഇഞ്ച് കേട്ടോ, 2 സൈഡിലും ഉണ്ട് 1 ഇഞ്ച്, അത് വിടാൻ മറക്കരുത്. അതിൻ്റെ ഭാഗത്ത് അത്രയും ആ 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കോളറ് അളവെടുക്കാൻ തന്നെ. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന അതുപോലെ തന്നെ അത് നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി അവിടെ കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കോളർ ഫിനിഷിങ്ങിലോട്ട് എത്തുള്ളൂ. ഓക്കെ, ഇതെങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഒരടിയും കൂടി ഇങ്ങനെ അടിച്ച് ഇനി അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിങ് കൂടിയും കൊടുത്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. 2 യൂണിഫോമിൻ്റെതും അങ്ങനെ തന്നെ ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ. ഇനി അടുത്ത പാർട്ടിൽ കാണിക്കാം നമ്മുടെ സ്ലീവ് എങ്ങനെയാണ് തയ്ക്കണതെന്ന്. പഫ് സ്ലീവാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണിക്കാം.